ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ സോയയും മുട്ടയൊക്കെ ചേർത്തിട്ട് നിങ്ങൾ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇന്നത്തെ നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിനകത്തോട്ടേക്ക് 1 കപ്പ് അളവിൽ സോയാബീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഈ വെള്ളത്തിൽ അങ്ങ് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായതിന് ശേഷമുള്ളതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴുകി വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പ്രധാന ചേരുവ എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൽ കൂടുതൽ സോയ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ടയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു 1.5 ടീസ്പൂൺ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തത് കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ കൂടുതൽ മസാല പൗഡർ നമുക്കിവിടെ വേണ്ട. വറ്റൽമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ മുട്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. അത് 2 ടീസ്പൂൺ മതിയാകും. അതും കൂടുതൽ അളവിൽ ഉപയോഗിക്കരുത്. ഇനി കോൺഫ്ലോർ കയ്യിലില്ലാത്തവർക്ക് ഒരിത്തിരി അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലാതെ, അതായത് കോൺഫ്ലോറും മൈദയും ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടും നമുക്ക്. അപ്പോൾ അതില്ലെങ്കിൽ 2 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് മുട്ട മാത്രം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിരിയൻ മുളകിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് സോയാ സോസ്. ഞാനിവിടെ ഡാർക്ക് സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ആ സോയാ സോസിൻ്റെ ഫ്ലേവറും കൂടി എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. 10 മിനിറ്റിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഒരു പാത്രം വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് എണ്ണയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനനുസരിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം എണ്ണയിലിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോയ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചറിലോട്ടേക്ക് മാറും. അത് നമുക്ക് തവി വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. സോയ മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണയിലിട്ടിട്ട് ആ ജീരകം നന്നായി പൊട്ടി ആ ഒരു നല്ല മണക്ക വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കണം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്രയാണോ സോയ എടുക്കുന്നത് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് മസാല വേണ്ടത് അതിനനുസരിച്ച് സവാളയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ സവാള ഇനി നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒത്തിരി ഫ്രൈ ആകുന്ന രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരിയും സാധാരണ മുളകും കൂടി ഒന്നിച്ച് പൊടിച്ച പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതുപോലെ ഒരു 2 നുള്ള് അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചത്. ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിവിനൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു സവാള മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് തക്കാളി വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്ന പാകത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അടച്ചു വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചില്ലി സോസ് 1 ടീസ്പൂണിനടുത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സോയാ സോസ് വേണം. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ഉപയോഗിക്കാം. ഒരു 2 നുള്ള് പഞ്ചസാരയും 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഈ സോസിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പും അതുപോലെ സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാലൻസ് ചെയ്യുക. അതായത് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മസാലയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ആ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് നന്നായി മിക്സായി വരണം. അപ്പോൾ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലയുടെയൊക്കെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടേക്ക് നമുക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ മുട്ട ചേർത്തിട്ട് അതുപോലെ തന്നെ ഈ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റാണ്. ശരിക്കും നമ്മളൊരു നോൺ വെജ് കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടമാകും. ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട്, അതല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ, പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.